അതിനായി ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു. അമേ ദൈവത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. ഈ ഒരു നിമിഷം നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ കർത്താവോട് ഒരിക്കൽ നല്ല അവസരത്തെ ഓർത്ത് നന്ദി പറയുന്നു. വചനം ഇങ്ങനെ പറയുന്നു, അപ്പോസ്തല പ്രവൃത്തി 16:25 ഇങ്ങനെ വായിക്കുന്നു, അർദ്ധരാത്രിയിൽ പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു, ദൈവത്തെ പാടി സ്തുതിച്ചു, തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു. ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നമ്മുടെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൂട്ടർ പുറത്ത് നമ്മെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. നിന്റെ ആരാധനയെ ശ്രദ്ധിക്കുന്ന ചിലർ, നിന്റെ പ്രാർത്ഥനയെ ശ്രദ്ധിക്കുന്ന ചിലർ, നീ പോലും അറിയാതെ നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നീ അന്യഭാഷ പറയുമ്പോൾ ചില കൂട്ടർ പുറത്ത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. നിനക്കെതിരെ കള്ള പ്രചരണങ്ങൾ പ്രചരിപ്പിച്ചവരും, നിനക്കെതിരെ അപവാദം പറഞ്ഞവരും, നിനക്കെതിരെ കള്ള ആരോപണങ്ങൾ വരുന്നതിന് കൊടുക്കാൻ ശ്രമിക്കുന്ന ചിലർ, നീ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിനക്കെതിരെ നീ പോലും അറിയാതെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ചില ആൾക്കാർ നിന്റെ ആരാധനയെ ശ്രദ്ധിക്കും. നീ അവർക്കൊരു പേടി സ്വപ്നമായി മാറും. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ, ആരാധിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ പൗലോസും ശീലാസും ദൈവത്തെ പാടി സ്തുതിച്ചു. ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിലും ഞാൻ നിങ്ങൾക്ക് ദൂത് കൈമാറുന്നു. നിന്റെ സാഹചര്യത്തിൽ, നിന്റെ പ്രതികൂല മേഖലയിൽ നീ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ, നീ ആരാധിക്കാൻ തയ്യാറാണെങ്കിൽ, തൊട്ട് താഴത്തെ പദം ഇങ്ങനെ പറയുന്നു, പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. ഹല്ലേലൂയ. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി. ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിൽ വിളിച്ചു പറയുന്നു, പാടി സ്തുതിക്കുന്ന ദൈവ പൈതലേ, പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, നീ നിന്റെ പ്രതികൂല സാഹചര്യത്തിൽ പാടി സ്തുതിക്കാൻ തയ്യാറാണെങ്കിൽ, കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനത്തെ കുലുക്കുന്ന ഒരു അഭിഷേകം നിന്റെ മേൽ ഇന്ന് പ്രഭാതത്തിൽ ദൈവാത്മാവ് പകരും. പ്രാർത്ഥിക്കാനോ ആരാധിക്കാനോ സാഹചര്യങ്ങൾ അനുകൂലമല്ല. അവിടെയും പൗലോസും ശീലാസും തന്റെ ദൈവത്തെ പാടി സ്തുതിച്ചു. ഹല്ലേലൂയ. ആവർത്തിലിട്ട് പോന്നിവർ അറിഞ്ഞില്ല. ഹല്ലേലൂയ. ഇവൻ പുറത്തു വരുമെന്ന്